ഹായ്. നമ്മൾ ഇന്നലെ നാട്ടിൽ വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈമൊന്നും കിട്ടിയില്ലേ. പിന്നെ നമ്മൾ പുറത്ത് പോവുക രാവിലെ തന്നെ. ഞാൻ പറഞ്ഞ ഒരു കല്യാണം വരുന്നുണ്ട് എൻ്റെ കസിൻ്റെ. ഞങ്ങൾ കല്യാൺ സിൽക്സി വരെ പോവുകയാണ്. ഒരു സാരി ഒക്കെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മളുടെ കോട്ടയം ടൗണിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്കാണെങ്കിലോ എവിടെ പോയെന്ന് പറഞ്ഞാലുള്ളൂ തിരിച്ച് നമ്മുടെ കോട്ടയത്ത് എത്തുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ആവും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയത്തില്ല, ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ കോട്ടയം അല്ല എൻ്റെ സ്ഥലം, കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണേ ഉള്ളൂ. എന്നാലും ഉണ്ടല്ലോ എനിക്ക് പണ്ട് തൊട്ടേ കോട്ടയത്ത് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മേ ബി ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നാൾ കോട്ടയത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായിരിക്കാം ഒരു റീസൺ. എന്താണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോട്ടയംകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കോ ഒരു കമൻറ്റോ ഒക്കെ ചെയ്തേക്കണേ. നമ്മളാണെങ്കിൽ നേരെ കല്യാണിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്ലാൻ മാറ്റി. പിന്നെ നേരെ എനിക്കൊരു ഫോൺ വാങ്ങണമായിരുന്നേ. അപ്പം കോട്ടയത്തുള്ള മൈജിയിലോട്ടാണ് ആദ്യം പോയത്. അവിടെ ചെന്ന് അങ്ങനെ ഫോണൊക്കെ മേടിച്ചു. അപ്പോൾ അവിടെ ഹൈറ്റുള്ള നല്ലൊരു ഹൈറ്റിലുള്ളൊരു സ്റ്റൂൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായി. അവൻ അവിടെ കയറി ഇരുന്ന് എല്ലാ ഫോണും നമ്മളെ കാണിക്കാൻ കുറേ ഫോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് നോക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടോട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ നല്ല രീതിക്ക് മടുത്തു. നല്ല ചൂടാട്ടോ, ബാംഗ്ലൂരെക്കാട്ടിലും ചൂടാണ് ഇവിടെ. അപ്പം കോട്ടയത്ത് പോയിട്ട് എന്തായിരുന്നു ആ കടയുടെ പേര്? നിങ്ങൾ കണ്ടല്ലോ ബ്രോഷറിൽ. ഈ ഷോപ്പിൽ പോയി നല്ല അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. സാൻഡ്വിച്ചും പിന്നെ മാംഗോ ജ്യൂസായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴത്തേനും വയറ് നന്നായിട്ട് നിറഞ്ഞു. ഇതുണ്ടല്ലോ ഭയങ്കര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ അവിടുന്ന് ബാംഗ്ലൂരൊക്കെ കഴിക്കുന്നതിന് ഇത്രയും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇത് അടിപൊളിയായിരുന്നു. വലിയ ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കല്യാണിലേക്ക് പോവുകയാണ്. അങ്ങനെ കല്യാണം എത്തിയിട്ടുണ്ട്. അങ്ങോട്ടാണ് എൻ്റെ കസിൻസൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു ഷോപ്പിംഗ് ആണ്. പക്ഷേ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഷോപ്പിൽ. നമ്മൾ താഴെ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പിന്നെ ഇങ്ങോട്ട് വന്നേ. കല്ല് കണ്ടോ, വെയിലും. പിടിച്ചോ. ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറിയോണ്ട് ആദ്യക്കുട്ടിനാണെങ്കിലും പ്രോബ്ലം ഇല്ലായിരുന്നേ. വിശന്ന് കഴിഞ്ഞാലാ പിന്നെ ആകപ്പാടെ ഒരു പ്രശ്നം. പിന്നെ അനിയത്തിയുടെ മോനും ഉണ്ടായിരുന്നു. ഇവൻ്റെ പ്രായം തന്നെയാണ് കേട്ടോ, 1 വയസ്സ് വ്യത്യാസമുള്ള. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നല്ല തകർപ്പൻ കളിയൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഞാൻ സാരിയൊക്കെ കണ്ടപ്പോഴത്തേനുണ്ടല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയെന്ന്. ഇനിയിപ്പോൾ ആകപ്പാടെ ഇറങ്ങുന്ന കുറച്ച് ഭാഗത്തെ വീഡിയോയും കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എടുത്ത വീഡിയോ അങ്ങ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. സാരിയൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ വീഡിയോ കാണാം. ബൈ.